സത്യത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വരുൺ പറയുന്നതെല്ലാം കേട്ടപ്പോഴത്തേക്ക് വേദയ്ക്കും വരുണിൻ്റെ അമ്മയ്ക്കും ഭയങ്കര വിഷമാവുന്നുണ്ട്. ഞാൻ ഇനിയെങ്കിലും നന്നാവണമെന്ന് ആഗ്രഹമുണ്ടമ്മേ, അതുകൊണ്ടാണ് ദീപ്തി എൻ്റെ കൂടെ കൂട്ടാമെന്നും ഞാൻ ദീപ്തിയെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് ഒക്കെ വരുൺ പറയുകയാണ്. അപ്പോഴത്തേക്ക് വരുണിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. എൻ്റെ അമ്മ വരുണിനെ ചേർത്തൊക്കെ പിടിക്കുന്നുണ്ട്. അങ്ങനെ വേദ അവിടെ നിന്ന് പോരുകയാണ്. വേദ പോരുമ്പോഴും വേദയുടെ മനസ്സിൽ വരുൺ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. വരുൺ ദീപ്തി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ വീട്ടിൽ വരികയാണ് വേദ. വേദ വീട്ടിൽ വന്നിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുമ്പോൾ നമ്മുടെ വിക്രം അങ്ങോട്ട് വരിക. എന്താ വേദളമ്മേ ആലോചിക്കുന്നത്? ഇല്ല, ഞാനിന്ന് വരുണിനെ കാണാൻ പോയായിരുന്നു. നീയോ വാസവൻ്റെ വീട്ടിൽ പോയായിരുന്നോ? ആ, വരുണിനെ കാണാൻ പോയി. വരുണിൻ്റെ അമ്മയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വരുണിൻ്റെ അമ്മയുടെ സഹായം ചോദിക്കാനാണ് പോയത്. എന്ത് സഹായം? അല്ല, വരുണിൻ്റെ അമ്മ പറഞ്ഞാൽ വരുൺ കേൾക്കുമല്ലോ. ഇങ്ങനെ വിക്രത്തിനോടുള്ള ഒരു പകയുടെ പുറത്ത് ദീപ്തിയെ ബലിയാടാക്കല്ലെന്ന് പറയാൻ പോയതാണ്. എന്നിട്ട് എന്ത് പറഞ്ഞു? വരുണിൻ്റെ അമ്മ വരുൺ വന്നപ്പോൾ ചോദിച്ചു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച മറുപടിയല്ല വരുണിൻ്റെ സൈഡിൽ നിന്നുണ്ടത്. പിന്നെ എന്താ മറുപടി ഉണ്ടായത്? വരുൺ പറയുന്നത് ദീപ്തിയുമായിട്ട് ആത്മാർത്ഥമായുള്ള സ്നേഹമാണെന്നും ഇനി അവന് മാറ്റം ഉണ്ടാവണമെന്നും അവൻ ഇനി പഴയ കാലത്തേക്ക് പോത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇത് കേട്ടപ്പോഴത്തേക്ക് വിക്രം ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്താ വിക്രം ചിരിച്ചത്? അല്ല, അവൻ വാസവൻ്റെ മകനല്ലേ, അവൻ്റെ ക്രൂരത ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ, അതുകൊണ്ട് ചിരിച്ചു പോയതാ. അവൻ്റെ മാറ്റം അത് ഓർത്ത് ചിരിച്ചു പോയതാ. അല്ല വിക്രമേ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഇപ്പോൾ വരുണിന് നല്ല മാറ്റമുള്ളതായി എനിക്കും തോന്നി. കാരണം വരുണിൻ്റെ സംസാരം അതുപോലുള്ളതാണ്. ഓരോരുത്തർക്കും മാറാൻ ഓരോ സമയമുണ്ടല്ലോ. ദീപ്തിയുടെ കൂടെ നന്നായിട്ട് ജീവിക്കണമെന്ന് അവൻ ആഗ്രഹമുണ്ടെന്നാണ് പറഞ്ഞത്. ഇത്രയും നാൾ തെറ്റിലൂടെ അവൻ ജീവിച്ചെന്നും ഇനി ആ തെറ്റുകളൊന്നും ആവർത്തിക്കാതെ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നുള്ള കാര്യവും അവൻ പറഞ്ഞ്. പറ്റുമെങ്കിൽ സഹായിക്കണമെന്നും പറഞ്ഞു. എന്തു സഹായം? അല്ല, ദീപ്തിയും വരുൺ തമ്മിലുള്ള വിവാഹം നടക്കാൻ സഹായിക്കണമെന്ന് പറയാണ്. ഇതും കൂടെ കേട്ടപ്പോഴത്തേക്ക് വിക്രം ഭയങ്കര ചിരിയാണ്. എന്തായാലും കൊള്ളാം. അവിടെ ചെന്ന് സ്വന്തം അനിയത്തിയെ കാണല്ലെന്ന് പറയാൻ പോയ ചേച്ചിയെടുത്ത് തന്നെ അവൻ പറഞ്ഞ് കല്യാണം നടത്തി തരണേന്ന്. അത് കൊള്ളാമെന്ന് പറയാണ്. അപ്പം വിക്രം പറയാണ്, വേദേ, നീ ചെന്ന് പറഞ്ഞത് കൊണ്ടൊന്നും ദീപ്തി ഒന്നും മാറാൻ പോകുന്നില്ല. കാരണം ദീപ്തിയുടെ ഉള്ളിൽ ദീപ്തി വിചാരിച്ചിരിക്കുന്നത് താൻ കാരണം ഒരാൾ നന്നായി, അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതം ഒരാൾക്ക് പ്രയോജനപ്പെട്ടു എന്നൊക്കെയാണ് വിചാരം. അതുകൊണ്ട് തന്നെ ആ വരുണിനോടുള്ള സ്നേഹം അങ്ങനെ പെട്ടെന്നൊന്നും പോകത്തില്ല. ദീപ്തിക്ക് അത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്. പക്ഷെ വരുണിന് അങ്ങനെയാണോ അല്ലയോ എന്ന് നമുക്കറിയത്തില്ല. അവൻ വാസവൻ്റെ മോനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാനും പറ്റത്തില്ല. അപ്പം എന്ത് ചെയ്യണമെന്നാണ് വിക്രം പറയുന്നതെന്ന് വേദ ചോദിക്കുകയാണ്. അവനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. അപ്പോൾ അവനോട് സംസാരിച്ച് കഴിയുമ്പം അവൻ പറയുന്നത് സത്യമാണോ അതോ ഇതൊക്കെ അവൻ്റെ നമ്പറാണോ എന്ന് നമുക്ക് അറിയാൻ കഴിയും. അപ്പം വേദ പറയണേ, വിക്രം സംസാരിക്കുന്നത് എങ്ങനെയാണെന്നറിയാം. ആ രീതിയിൽ സംസാരിക്കുന്ന കാര്യമാണോ അവൻ പറഞ്ഞത്? ഏയ്, അതെന്തായാലും ഇല്ല. മാലയിട്ടുകൊണ്ട് ഞാൻ അത്ര ഒരു കൊടും ക്രൂരത ചെയ്യത്തില്ല. കാരണം ഞാൻ സ്വാമിയാണ്, എനിക്ക് നല്ല ബോധ്യമുണ്ടെന്ന് പറയാണ്. എന്തായാലും അവനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അപ്പോൾ അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാവുമല്ലോ എന്ന് വിക്രം പറയണം. അപ്പം വേദ പറയണം, അപ്പോൾ അവനോടൊന്ന് സംസാരിച്ച് നോക്കാം അല്ലേ? വിക്രം ഇപ്പോൾ സംസാരിക്കത്തില്ലേ? അപ്പോൾ വിക്രം പറയാൻ, സംസാരിക്കാം. എൻ്റെ ഭാര്യയായി അഭിനയിക്കുന്ന നടി അങ്ങനല്ലേ പറയുന്നേ, ഒന്ന് സംസാരിക്കണമെന്ന്. സംസാരിക്കാം. നടിയോ? നീ തന്നെ. നീ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച് തകർക്കുമല്ലേ. എൻ്റെ ഭാര്യയായിരുന്നെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുമായിരുന്നല്ലോ. ഞാൻ പറയുന്നത് കേൾക്കാത്തത് അത് ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് കൊണ്ടല്ലേ എന്ന് വിക്രം പറയാണ്. അപ്പോൾ വേദ പറയാണ്, ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് കൊണ്ടല്ല, ഭാര്യയായത് കൊണ്ടാണ് നിങ്ങൾ പറയാത്ത കേൾക്കാത്തത്. നിങ്ങൾക്ക് വേണ്ടത് ശ്രീകാര്യ ശ്രീനിവാസനോട് എതിരെയുള്ള കേസ് ഞാൻ പിൻവലിക്കണം. അത് നടക്കത്തില്ല. അത് നിങ്ങളുടെ ഭാര്യ ആയത് കൊണ്ടാണ്. മാത്രമല്ല, ഞാനൊരു വക്കീലായതും കൂടെ കൊണ്ടാണ്. എനിക്ക് വരുന്ന കേസെല്ലാം ഞാൻ ഏറ്റെടുക്കും. അത് ശ്രീകാര്യം ശ്രീനിവാസനായാലും എനിക്കൊന്നുമില്ല എന്ന് പറയണം. ഭർത്താവാണെന്നും പറഞ്ഞ് ഭർത്താവ് പറയുന്ന എല്ലാ കാര്യവും ന്യായമല്ലാത്ത കാര്യം ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല എന്ന് വേദ പറയുകയാണ്. പിന്നെ ഭാര്യയുടെ ഈ വേഷം അത് പോയിട്ട് വാ, സ്വാമിയെ കണ്ടിട്ട് വാ, അത് ഇതിനെക്കുറിച്ച് നമുക്ക് അന്നേരം സംസാരിക്കാം എന്ന് പറയുകയാണ്. ഞാനൊരു കാര്യം ചോദിച്ചാൽ വിക്രം സത്യസന്ധമായിട്ട് തന്നെ മറുപടി പറയുമോ? പറയാം. സ്വാമിയെ തൊട്ട് സത്യം ചെയ്. പറയാം, നീ ചോദിച്ചോ, സത്യമായിട്ട് ഞാൻ പറയാം. കള്ളം പറയല്ലേ, അതുപോലെ തന്നെ എന്നെ ചീത്തയും വിളിക്കല്ലേ. ശരി, നീ ചോദിര് എന്ന് വിക്രം പറയാണ്. വിക്രമത്തിന് ശ്രീനിവാസിൻ്റെ കയ്യിൽ നിന്നും ഈ ഗുണ്ടാ പരിപാടിയിൽ നിന്നും എല്ലാം മാറി നല്ലൊരു ജീവിതം ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോഴത്തേ വിക്രം ഒന്നും മിണ്ടാതിരിക്കുകയാണ്. എന്നോട് മറുപടി പറയാമെന്ന് പറഞ്ഞതാണ്.
അതിന് മറുപടി കിട്ടിയിരിക്കണം, സത്യം ചെയ്തതാ. വിക്രം പറയാണ്, അങ്ങനെ നല്ലൊരു ജീവിതം കൊതിക്കാത്ത ആരുമില്ലല്ലോ, ആ കൂട്ടത്തിൽ ഞാനുമുണ്ട് എന്ന് വിക്രം പറയാണ്. അപ്പം നമ്മുടെ കാര്യമല്ലല്ലോ സംസാരിക്കേണ്ടത്, നീ ചോദിച്ചുകൊണ്ട് പറഞ്ഞതേ. ഇപ്പം നമ്മുടെ വിഷയം വരുണും ദീപ്തിയുമാണ്, അതിനെക്കുറിച്ച് സംസാരിക്കുക, അതല്ലേ നല്ലത് എന്ന് പറയാണ്. അപ്പം വേദ പറഞ്ഞു, ഓ ശരി ശരി. അപ്പം ഞാൻ വരുണിനെ കാണാൻ പോന്നു, അവനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ, അപ്പോഴറിയാലോ അവൻ്റെ പോക്ക് എങ്ങോട്ടാ എന്നും പറഞ്ഞ് വിക്രം അങ്ങ് പോവുകയാണ്. അപ്പോൾ വേദ വിചാരിക്കുകയാണ്, അവിടെ ചെന്ന് ഈ സ്വഭാവമൊക്കെ മാറ്റി പഴയ വിക്രത്തിൻ്റെ സ്വഭാവം അങ്ങനെ എടുക്കൂ, എടുക്കത്തില്ലായിരിക്കും, സ്വാമിയല്ലേ എന്ന് വേദ വിചാരിക്കുന്നു. അങ്ങനെ വരുണിനെ കാണാൻ വിക്രം പോവുകയാണ്. അങ്ങനെ കോളേജിൻ്റെ ഫ്രണ്ട് വെച്ചാണ് വിക്രം വരുണിനെ കാണുന്നത്. അപ്പോൾ വിക്രം അങ്ങോട്ട് ചെല്ലുകയാണ്. വിക്രം അങ്ങോട്ട് ചെന്ന് വരുണിനോട് പറയാണ്, എനിക്ക് വരുണിനോട് കുറച്ച് സംസാരിക്കുന്നുണ്ട്, മാറി നിന്ന് സംസാരിക്കാം എന്ന് പറയാണ്. അപ്പം വരുൺ ഒന്നും മിണ്ടാതെ വിക്രത്തിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പം ദൂരെ മാറി സംസാരിക്കുകയാണ്. അപ്പം വിക്രം ചോദിക്കുകയാണ്, വേദ ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു, ഞാൻ കണ്ടായിരുന്നു, സംസാരിച്ചായിരുന്നു എന്ന് വരുൺ പറയുമായിരുന്നു. വേദ വന്ന് പറയുന്നത് നിനക്ക് നല്ല മാറ്റം ഉണ്ടെന്ന്, നിൻ്റെ സ്വഭാവം എന്താണെന്ന് ഞാൻ കൃത്യമായി അറിഞ്ഞതല്ലേ. ഇനി നിൻ്റെ പുതിയ നമ്പറാണോ വേദയുടെ അനിയത്തിയെ വെച്ച്? ഒരിക്കലും ഇല്ല. എനിക്ക് അന്ന് അങ്ങനത്തെ അബദ്ധം പറ്റിയതെന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷേ എപ്പോഴും അങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഞാനിപ്പോൾ നന്നാവാൻ തീരുമാനിച്ചു. അത് ഞാൻ വേദേച്ചിയോട് പറയുകയും ചെയ്തു. അത് സത്യസന്ധമായി തന്നെയാണ്. ഒരിക്കലും ചേട്ടനോട് ഒരു പക കൊണ്ടല്ല ഞാൻ ദീപ്തിയെ സ്നേഹിച്ചത് എന്ന് വിക്രം പറയണം. അപ്പം വരുൺ പറയുന്നത് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. നീ നിൻ്റെ അച്ഛൻ്റെ കൂടെ പകയ്ക്ക് ഇറങ്ങിയേക്കാന്നോടാ എന്ന് ചോദിക്കുകയാണ്. ഒരിക്കലും ഇല്ല ചേട്ടാ, ഞാനാണെങ്കിൽ ദീപ്തിയെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. അവളെ വിവാഹം കഴിക്കാൻ തന്നെ ആണ് ഞാൻ അവളെ സ്നേഹിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ്. നിനക്കെൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാലേ, നീ നേരത്തെ ഒരു പെൺകുട്ടിയോട് കാണിച്ച ചതിക്ക് നിനക്ക് കിട്ടിയതെല്ലാം ഓർമ്മയുണ്ടല്ലോ. അപ്പം വരുൺ പറയാണ്, അതൊക്കെ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ഇനി ആ ഒരു ഭൂതകാലത്തേക്ക് തിരിഞ്ഞു നോക്കണമെന്ന് പോലും എനിക്ക് ആഗ്രഹമില്ല. എന്നെ ദീപ്തിയായിട്ട് പുതിയൊരു ജീവിതം നയിക്കണം എന്ന് മാത്രമേ ഉള്ളെന്ന് പറയാൻ. അപ്പം ദീപ്തി കോളേജിൽ നിന്ന് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ വിക്രമും വരുണും കൂടെ സംസാരിക്കുകയാണ്. ദീപ്തി അവിടെ നിന്ന് വരുൺ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം വരുൺ ഇതാ വരുന്നു എന്ന് പറയാണ്. പിന്നെ നീ ഇനി പഴയ പരിപാടിയായിട്ട് എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ച് വെച്ചാണ് ദീപ്തിയുടെ കൂടെ നീ നടക്കുന്നതെങ്കിൽ പിന്നെ നീ 2 കാലിൽ ഇഴഞ്ഞേ നടക്കത്തുള്ളൂ എന്ന് പറയാണ്. വരുൺ പറയാണ്, ഒരിക്കലും ഇല്ല ചേട്ടാ, ഞാൻ ദീപ്തിയുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്, ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുക തന്നെ ചെയ്യും. ഇത് ഞാൻ ഇന്നലെ അമ്മയടുത്ത് പറഞ്ഞായിരുന്നു, വേദ ചേച്ചി വന്നപ്പോൾ വേദ ചേച്ചിയോടും പറഞ്ഞായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് ദീപ്തി വീണ്ടും വിളിക്കുകയാണ്. അപ്പം ശരി ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പം വിക്രമിനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല, കാരണം ദീപ്തി അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങോട്ട് ചെന്നപ്പോൾ ദീപ്തി ചോദിക്കണേ, എന്തിനാ വിക്രം ചേട്ടൻ വന്ന് ഭീഷണിപ്പെടുത്താനാണ്? അതൊന്നും അല്ല. പിന്നെന്തിനാ ചേട്ടൻ വന്ന് നിന്നെ കാണേണ്ട കാര്യം എന്തുവാ? നമ്മുടെ കാര്യം എന്തുവാണെന്ന് ചേട്ടനൊന്ന് ചോദിക്കാൻ വന്നെയാ. ഭീഷണി എങ്ങാനും പെടുത്തിയോ അതോ നിന്നെ തല്ലാനെങ്ങാനും ഒരുങ്ങിയോ? ചേട്ടനും ചോദിച്ചെന്നേ ഉള്ളൂ, എന്താണ് നമ്മൾ തമ്മിലുള്ള റിലേഷൻ തമാശക്കാണോ അതോ സീരിയസ് ആണോ എന്ന് ഇങ്ങനെ ചോദിച്ചതാണെന്ന് പറയാണ്. വേറൊന്നും ചോദിച്ചില്ല, നിന്നെ ഭീഷണിപ്പെടുത്തിയല്ലോ? ഇല്ലടി, ഇല്ല എന്ന് പറയാൻ, നീ കയറ് എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും ബൈക്കിൽ പോവുകയാണ്. ഇതിങ്ങനെ വിക്രം നോക്കി നിൽക്കുകയാണ്.